നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള ഹൈക്കോടതി പുതിയ കേസെടുക്കും. നിലവിലെ കേസിന് പുറമെയാണ് സ്വമേധയാ പുതിയ കേസെടുക്കുക. നിലവിലെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവർ കക്ഷികളാണ്. കക്ഷികൾ എന്ന നിലയിൽ ഇവരെ ഒഴിവാക്കിയായിരിക്കും പുതിയ കേസ്. ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിക്കണമെന്നും ഹൈക്കോടതി അറിയിച്ചു. പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് പോലീസ് ആസ്ഥാനത്ത് ലഭ്യമല്ല. 2016 ശേഷം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട 14 ഉദ്യോഗസ്ഥരുടെ വിവരം മാത്രമാണ് പോലീസ് ആസ്ഥാനത്ത് ഉള്ളത്. പിരിച്ചുവിട്ടവരുടെ കണക്ക് ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള മറുപടി. സർക്കാർ വികസന സദസ്സിനിടെ ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോയി. മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്ത് വികസന സദസ്സിനിടെയാണ് സംഭവം. ഉദ്ഘാടന സെഷന് ശേഷമാണ് UDF പ്രതിനിധികൾ ഇറങ്ങിപ്പോയത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന വീഡിയോ ഉൾപ്പെടെ കാണാൻ അതുകൊണ്ട് ആളില്ലാതായി. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലാണ് വികസന സദസ്സ് നടന്നത്. വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമായിരുന്നു ചടങ്ങിലുണ്ടായിരുന്നത്. PM ശ്രീയിലെ CPI വിയോജിപ്പിൽ പ്രതികരിച്ച് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. വിഷയത്തിൽ LDF തീരുമാനമെടുക്കുമെന്നും CPIയെ അവഗണിക്കില്ലെന്നും MA ബേബി വ്യക്തമാക്കി. ദേശീയ വിദ്യാഭ്യാസ നയം ഒരിക്കലും അംഗീകരിക്കില്ലെന്നും നയം അംഗീകരിക്കാതെ പദ്ധതി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് നോക്കുന്നതെന്നും MA ബേബി വ്യക്തമാക്കി. പോത്തുണ്ടി ഇരട്ടക്കൊലപാതകം താൻ ചെയ്തിട്ടില്ലെന്ന് പ്രതി ചെന്താമര. കേസിൽ ചെന്താമരയെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് ചെന്താമര പറഞ്ഞത്. അതേസമയം പോത്തുണ്ടി സജിത കൊലക്കേസിൽ കഴിഞ്ഞയാഴ്ച കോടതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇരട്ട ജീവപര്യന്തത്തിനൊപ്പം 3,25,000 രൂപ പിഴയും വിധിച്ചു. 2019 ഓഗസ്റ്റ് 31 നെന്മാറ പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശിനി സജിതയെ ചെന്താമര കൊലപ്പെടുത്തുന്നത്. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ഹാൾ സിനിമ ഹൈക്കോടതി ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് കാണും. സിംഗിൾ ബെഞ്ച് അധ്യക്ഷൻ ജസ്റ്റിസ് VG അരുൺ ആണ് സിനിമ കാണുക. നിർമ്മാതാക്കൾ ഇതിനാവശ്യമായ സൗകര്യമൊരുക്കും. ഹർജിക്കാരുടെയും ഹർജിയെ എതിർക്കുന്നവരുടെയും അഭിഭാഷകരും സിനിമ കാണും. പടമുകൾ കളർ പ്ലാനറ്റിലായിരിക്കും സിനിമ കാണാനുള്ള സൗകര്യം. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.